അടുത്തൊരു സോളോ ഷോർട്ട് വീഡിയോ ആയിട്ട് സ്വാഗതം. വീഡിയോ ഭയങ്കര ഷോർട്ടായിരിക്കും ഗൈസ്, ഒരുപാട് ശോകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൊട്ട് മുമ്പ് റെക്കോർഡ് ചെയ്ത ഫുള്ള് വീഡിയോ ഡിലീറ്റ് ആയി പോയി. ഞാൻ ഒരു 10 മിനിറ്റ് റെക്കോർഡ് ചെയ്താണ്, ഞാൻ എല്ലാം കൂടെ ഒന്നും കൂടി പറയണം. എന്നാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ 2 ടോപ്പിക്കാണ്. ഒന്ന്, ക്യാൻ വോൾക്ക് റീഗെയിൻ ഹിസ് പ്രൈം ഡേയ്സ് അഗെയിൻ ഓർ ക്യാൻ വോൾക്ക് റീഗെയിൻ ഹിസ് ഓൾഡ് ഡേയ്സ് supremacy again. Secondly, the single most fact that will determine whether Islam will take place. അപ്പോൾ ഇത് രണ്ടുമാണ്. അപ്പം രണ്ടാമത്തെ കാര്യം ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും ആദ്യത്തെ കാര്യം. നിങ്ങൾ ഫുള്ള് കാണുക കേട്ടോ പ്ലീസ്. ആകെ 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ, സപ്പോർട്ട് ചെയ്യുക. അപ്പം ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ വോൾക്ക് റീഗെയിൻ ഹിസ് പ്രൈം ഇയേഴ്സ് അഗെയിൻ. ഗൈസ്, എനിക്കിത് ഒത്തിരി ഇതിലേ പറയാനുള്ളൂ. ഡിയോഗോ ലോപ്പസ് വോൾക്ക് എന്ന ഫൈറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യാനാണെങ്കിൽ ഡിയേഗോ ലോപ്പസ് വോൾക്കിനെ ഒഫെൻസീവ്ലി ടേക്ക് ഡൗൺ ചെയ്യാൻ കഴിവുള്ളൊരു ഒഫെൻസീവ് റെസ്ലർ അല്ല. അവൻ നല്ല ജുജുത്സു പ്ലെയർ ആണ്, റെസ്ലർ അല്ല. സ്ട്രൈക്കിങ് എബോ ആവറേജ് സ്ട്രൈക്കറാണ്, പക്ഷെ ഒരിക്കലും വോൾക്കിന്റെ ലെവൽ സ്ട്രൈക്കർ അല്ല. അപ്പൊ എനിക്കിത് ഓൾമോസ്റ്റ് ഉറപ്പാണ്, വോൾക്ക് ഇനീഷ്യേറ്റ് ചെയ്തില്ലെങ്കിൽ ഇതൊരു സ്റ്റാൻഡപ്പ് ബാറ്റിലായിരിക്കും. സ്റ്റാൻഡപ്പ് ബാറ്റിൽ സ്റ്റിൽ വോൾക്ക് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഗൈസ്. മാക്കിച്ചപ്പ് അന്ന് ചെയ്തുകൊണ്ടോ ഇലിയോ ചെയ്തുകൊണ്ടോ ആവും. ഇതൊരു മാക്കിച്ചപ്പിന് ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് ആയിരുന്നു എങ്കിലും ഇലിയ സിംപ്ലി ലെവൽസ് ആണ്. അതുകൊണ്ട് വോൾക്കിന്റെ സ്ട്രൈക്കിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കേഴ്സ് ഓഫ് ഓൾ ടൈം ആയ മാക്സ് ഓളവനെ 3 പ്രാവശ്യം സ്ട്രൈക്ക് ചെയ്ത് തോപ്പിച്ച ആളാണ് വോൾക്കനോസ്കി. അപ്പൊ അതുകൊണ്ട് വോൾക്കനോസ്കി ഐ സ്റ്റിൽ ബിലീവ് ഹി ഹാസ് ബെറ്റർ ടേക്ക് സ്ട്രൈക്കിംഗ് ദാൻ ഡിയേഗോ ലോപ്പസ്. അതുകൊണ്ട് സ്ട്രൈക്കിംഗ് ബാറ്റിലായിരിക്കും ഐ തിങ്ക് വോൾക്ക് വിൽ വിൻ. ബട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാൻ വോൾക്ക് ബ്രിങ് ബാക്ക് ഹിസ് ഗോൾഡൻ ഡേയ്സ് അഗൈൻ? ക്യാൻ വോൾക്ക് റീഗെയിൻ ഹിസ് പ്രൈം ഡേയ്സ് അഗൈൻ എന്ന് പറഞ്ഞാൽ നോ ഗൈസ്. എന്താ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇവിലിയോവും അല്ലെങ്കിൽ സ്റ്റെർലിനായിട്ട് വോൾക്ക് തോക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ വോൾക്കിന്റെ ഒഫെൻസീവ് റെസ്ലിംഗ് അല്ല ഡിഫെൻസീവ് റെസ്ലിംഗിനെ പറ്റി പറഞ്ഞു. ഡിഫെൻസീവ് റെസ്ലിംഗ് എന്നാണ് ഉദ്ദേശിച്ചത്. വോൾക്കിന്റെ ഡിഫെൻസീവ് റെസ്ലിംഗ് എന്തുകൊണ്ടും ലോപ്പസിന്റെ ടേക്ക് ഡൗൺ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിലിയോവിന്റെയോ അൽജമിൻ സ്റ്റെർലിവിന്റെയോ ചെയിൻ റെസ്ലിംഗ്, അൽജമിൻ അമേരിക്കൻ റെസ്ലിംഗിലോട്ട് ചെയിൻ റെസ്ലിംഗിലോട്ട് ഇവോൾവ് ആയ ഒരു ഫൈറ്റർ ആട്ടോ, വൺ ഓഫ് ദ ഫ്യൂ. പക്ഷേ ഇവിലോവൊക്കെ ഓൾറെഡി ചെയിൻ റെസ്ലിംഗിൽ നിന്ന് വന്നവരാണ്. അവരുടെ ചെയിൻ റെസ്ലിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, മാക്കച്ചെവ് കുറച്ച് ടേക്ക് ഡൗൺ വോൾക്കനോസ്കി സ്റ്റോപ്പ് ചെയ്യുന്ന പറയണില്ലേ, അത് ഞാനിത് പല പ്രാവശ്യം പറഞ്ഞാലും ഒന്നുകൂടി പറയാം. അത് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആയ മാക്കച്ചപ്പ് ആയിരുന്നു ഗൈസ്. ബേസിക്കലി പറയുകയാണെങ്കിൽ വേറെ ഏത് അത്ലറ്റിക് ഓർഗനൈസേഷനിലും 34 തുടങ്ങി 38 മണിക്കൂർ വരെ ഡീഹൈഡ്രേഷന്റെ സമയം ആയി കഴിഞ്ഞാൽ റീഹൈഡ്രേറ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കും റിക്കവറി. പക്ഷേ ഓസ്ട്രേലിയയിൽ മാത്രം 24 മണിക്കൂർ കൊടുക്കുള്ളൂ. ഓസ്ട്രേലിയൻ അത്ലറ്റിക് കമ്മീഷൻ പ്രകാരം ഈ 14 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ബിഗർ ഫൈറ്റർ ആയ മാക്കച്ചപ്പിന് 14 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ആണ്. ആ ഇത്രയും ഡിപ്ലീറ്റഡ് വെർഷനായ മാക്കച്ചപ്പിനെ പോലും അതാണ് 2 റൗണ്ട് ബോൾക്ക് ജയിച്ച ഫൈറ്റ്. പിന്നെ എന്നിട്ട് മാക്കച്ചപ്പ് 4 ഡൗൺ ചെയ്ത് ഫുള്ളി നറിഷ്ഡ് ആയ ഇവിലോവിന്റെ ഷെർലിംഗിന്റെയോ റെസ്ലിംഗ് ടേക്ക് ഡൗൺ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. പിന്നെ എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യലി ഭാവിയിൽ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്റ്റെർലിനും വോൾക്ക് ഇപ്പൊ ട്രെയിൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു മണ്ടത്തോടെ പോയി ഇതിപ്പോ ചെയ്യേണ്ടായിരുന്നു, കാരണം പൊട്ടൻഷ്യലി ഭാവിയിൽ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വോൾക്ക് ഈ ഫൈറ്റ് ജയിച്ചേക്കാം, പക്ഷേ ഇവിലോവും സ്റ്റെർലിംഗ് ആയിട്ട് തോക്കും. ഇവിലോവിന്റെയും സ്റ്റെർലിംഗിന്റെയും ചെയിൻ റെസ്ലിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വോൾക്കിന് പറ്റൂല എന്നാണ് ഇത്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു തന്നത്, മാക്കച്ചപ്പിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇനി ഇത് ഷോർട്ട് വീഡിയോ കൊണ്ട് സെക്കൻഡ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. The single most thing that decides whether Islam versus Ilya will take place is, guys, simple. The result of Jack Della versus Belal. ഈ ഫൈറ്റിൽ ജാക്ക് ഡെല ജയിച്ചു കഴിഞ്ഞാൽ സിംപ്ലി ഇസ്ലാം വിൽ മൂവ് അപ്പ്. ഇസ്ലാം ഹാസ് നത്തിങ് ടു പ്രൂവ് ഇൻ ദ ലൈറ്റ് വെയിറ്റ് ഡിവിഷൻ. ചാൾസിനെ തോപ്പിച്ചാൽ, അർമനെ തോപ്പിച്ചാൽ, ഇലിയ വന്നുണ്ട്. എന്നാലും ജാക്ക് ഡെല ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഗൈസ്, ഇസ്ലാം ജാക്ക് ഡെല ഡബിൾ ചാമ്പ്യൻഷിപ്പിലോട്ടുള്ള ഫൈറ്റ് നടത്താൻ നോക്കും. മാക്സിമം നടക്കും അറിയാം, നടത്താൻ നോക്കും. പിന്നെ ഇലിയ വേറെ ആരെ ഫൈറ്റ് ചെയ്യും, ബാക്കിയുള്ള ആൾക്കാരെ ഫൈറ്റ് ചെയ്യും. ഇലിയുടെ കാര്യം നോക്കും. അപ്പൊ എന്റെ ഒരു ഒപ്പീനിയനിൽ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് ഡിറ്റർമിൻസ് ഇന്ത്യ വേഴ്സസ് ഇസ്ലാം വിൽ ഹാപ്പൻ ഇസ് ജാക്ക് ഡെല വേഴ്സസ് ബെലാൽ വിന്നർ റിസൾട്ട്. ബിക്കോസ് ജാക്ക് ഡെല തോറ്റു കഴിഞ്ഞാൽ ബെലാലായിരിക്കും ചാമ്പ്, ഇസ്ലാം ഉടനെ അങ്ങോട്ട് പോകില്ല, ഇലിയായിട്ടുള്ള ഫൈറ്റ് നടക്കും. ജാക്ക് ഡെല ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇസ്ലാം പോവും, ഇലിയ വേറെ ആരെങ്കിലും ഫൈറ്റ് ചെയ്യും. അപ്പൊ ഐ റിയലി ഹോപ്പ് ജാക്ക് ഡെല നോക്ക് ബെലാൽ ദ ഫക്ക് ഔട്ട്. ഐ റിയലി ഹോപ്പ് ദാറ്റ്, ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ബെലാൽ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ബെലാലിന് ഇഷ്ടമല്ല, കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ 2 ടോപ്പിക്കിനെ പറ്റി പറയാൻ വേണ്ടി വന്നാണ്.
I don't think Wall can be take or Wall can achieve his golden days again. Prime days പോലെ അത്രയും പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് he nearly died 2 times in the octagon. It will affect everybody. ഗൈസ് ഈ ചിഹ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാർ പോലെ നമ്മൾ ടൈറ്റ് ഒരു ബൂസ്റ്റിന്റെ കുപ്പിയില്ലേ ആദ്യം തുറക്കാൻ നോക്കുമ്പോ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അതേപോലെയാണ് ഒരിക്കലും നോക്കൗട്ട് ആവാത്ത ചിഹ്നം. പക്ഷെ ആ പുതിയ കുപ്പി 5-6 റൺ തുറന്നു കഴിയുമ്പോ തുറയും അത് തുറക്കാനുള്ള ബുദ്ധിമുട്ട് കുറഞ്ഞുകൊണ്ടിരിക്കൂലേ. അതേപോലെയാണ് ചിഹ്നം നോക്കൗട്ട് ആവാൻ പഞ്ചേഴ്സ് കിട്ടിക്കും ഡാമേജ് എടുക്കുന്നതോറും നോക്കൗട്ട് ആവാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും. വോൾക്കിന്റെ പണ്ടത്തെ ചിഹ്നമല്ല ഇപ്പോഴത്തെ ചിഹ്നം. അത്രയും പണ്ടത്തെ ചോയ്സ് വോൾക്കിന് ഇപ്പൊ എടുക്കാൻ പറ്റൂല. സിമ്പിൾ ആണ്. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ജാക്ക് ഡെല്ല എല്ലാവരും വിന്നർ ഇലിയ വിൽ ടേക്ക് പ്ലേസ്. അപ്പോൾ ഗൈസ് പ്ലീസ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ 1000 മിനിറ്റ് ആവട്ടെ. ദൈവത്തെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു കമന്റിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കമന്റ് ഇട്ടോ. ഇതെല്ലാം എന്റെ ഒപ്പീനിയൻ മാത്രമാണ്, ഫാക്ട്സ് അല്ല. അപ്പൊ നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാം, എന്തും ചെയ്യാം. താങ്ക് യു ഗൈസ്, സബ്സ്ക്രൈബ്.